ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിജാസ് ഇക്കണോമിക് ക്ലാസ്സസ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മോണോട്ടോണിക് പ്രിഫറൻസസിനെ കുറിച്ചിട്ടാണ്. എന്താണ് മോണോട്ടോണിക് പ്രിഫറൻസ്? കൺസ്യൂമർ പ്രിഫറൻസിനെയാണ് മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഒരു കൺസ്യൂമറിന്റെ ഏറ്റവും കൂടിയ പ്രിഫറൻസിനെയാണ് മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് അർത്ഥമാക്കുന്നത്. ഒരു കൺസ്യൂമറിന് 2 ബണ്ടിൽ വാങ്ങാനുണ്ടെന്ന് കരുതുക. ആദ്യത്തെ ബണ്ടിലെ ഗ്രേറ്റർ സാറ്റിസ്ഫാക്ഷൻ, ഗ്രേറ്റർ ക്വാളിറ്റി, ഗ്രേറ്റർ ക്വാണ്ടിറ്റി ലഭിക്കുന്നുവെങ്കിൽ അതാണ് മോണോട്ടോണിക് പ്രിഫറൻസ് ഉള്ള ബണ്ടിൽ എന്ന് അർത്ഥമാക്കുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കൺസ്യൂമറിന്റെ കയ്യിൽ, ഒരു ഉപഭോക്താവിന്റെ കയ്യിൽ 100 രൂപയുണ്ടെന്ന് കരുതുക. അയാൾക്ക് 2 വസ്തുക്കളാണ് വാങ്ങാനായിട്ടുള്ളത്. രണ്ടിനും ഒരേ റേറ്റ് ആണ്, ഒരേ വിലയാണെന്ന് കരുതുക. അതായത് രണ്ടിന് 25 രൂപയാണെന്ന് കരുതുക. രണ്ടും 25 രൂപയാണെങ്കിൽ രണ്ടിനും ഈക്വലായിട്ട് 2 യൂണിറ്റ് വീതം വാങ്ങുകയാണെങ്കിൽ 2 × 25 50, 2 × 25 50, അങ്ങനെ 100 രൂപയ്ക്ക് ഫുള്ളർ യൂട്ടിലൈസേഷൻ നടന്നു. ഇതായിരിക്കും കൺസ്യൂമറിന് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് നൽകുന്ന ബണ്ടിൽ. 2 ആണ് ഏറ്റവും മോണോട്ടോണിക് ആയിട്ടുള്ള ബണ്ടിൽ എന്ന് പറയാം. അതേസമയം 2 ആണെങ്കിൽ ആദ്യത്തെ വസ്തു 2 യൂണിറ്റും രണ്ടാമത്തെ വസ്തു 1 യൂണിറ്റ് മാത്രമേ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ അതിനേക്കാൾ മോർ ക്വാണ്ടിറ്റി ഏതിനാണോ ഉള്ളത് അതിനായിരിക്കും കൂടുതലായിട്ട് കൺസ്യൂമർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ കൺസ്യൂമർ പ്രിഫേഴ്സ് മോർ ക്വാണ്ടിറ്റി ദാൻ ലെസ് ക്വാണ്ടിറ്റി. അതായത് കൺസ്യൂമർ എപ്പോഴും മോർ ക്വാണ്ടിറ്റിയാണ് ലെസ് ക്വാണ്ടിറ്റിയേക്കാൾ പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻഫീരിയർ ക്വാണ്ടിറ്റിയേക്കാൾ സുപ്പീരിയർ ക്വാണ്ടിറ്റിയെ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നു. ഇതിനെയാണ് മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് അർത്ഥമാക്കുന്നത്. മോണോട്ടോണിക് പ്രിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇക്കണോമിക്സിലെ. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.